ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പഴയ മോഡൽ സാംസങ് ഫോണുകളിലൊക്കെ ടോർച്ച് നമുക്ക് നമ്മൾ നോട്ടിഫിക്കേഷൻ ബാറിലൊന്നും നമുക്ക് ടോർച്ചിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് ടോർച്ച് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ടോർച്ചിൻ്റെ ഓപ്ഷൻ നമുക്ക് ആക്സസ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്ന് നമുക്ക് പ്ലേ സ്റ്റോർ വഴി ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ഒരു സിസ്റ്റം വഴി തന്നെ. ഇത് ശരിക്കും ഫോണിൻ്റെ നമ്മുടെ ടോർച്ച് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഹിഡൻ ആയിട്ട് കിടക്കുകയാണ്. അല്ലാണ്ട് നമ്മൾ ആക്സസ് ചെയ്യാൻ പറ്റാതെയല്ല. നമ്മൾ നോട്ടിഫിക്കേഷൻ ബാറിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിത് ഹിഡൻ ആയിട്ട് കിടക്കുന്ന കാണാൻ കഴിയും. നമുക്ക് തിരഞ്ഞു നോക്കിയത് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ഒരു മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പ്ലേ സ്റ്റോർ പോവുക. എന്നാൽ പ്ലേ സ്റ്റോർ പോയതിന് ശേഷം ഫ്ലാഷ് ലൈറ്റ് അല്ലെങ്കിൽ ടോർച്ച് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇവിടെ കുറേ ഫ്ലാഷിൻ്റെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് ഡൗൺലോഡ് ചെയ്ത് കാണിക്കുന്നില്ല. ഇതിനെക്കാട്ടും എളുപ്പത്തിലുള്ള മെത്തേഡ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇതുവഴി നമുക്ക് ഒരു ആപ്പ് കയറ്റിയിട്ട് നമുക്ക് ഫ്ലാഷ് ലൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇതിൻ്റെ സാംസങ് ഗാലക്സി പഴയ മോഡൽ ഫോണാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബാക്ക് പോയതിനു ശേഷം ഇതാണ് ഹോം പേജ്. ഈ ഹോം പേജ് ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുക. ഇതിൽ വന്നിട്ട് വിഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും വിചാരിക്കുന്നു. ഈ വിഡ്ജറ്റ് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും ക്രോം, ക്ലോക്ക്, ഡയറക്ഷൻ, ഡ്രൈവ്, 12 ക്ലോക്ക്, ഇമെയിൽ, ജിമെയിൽ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിലുണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ പോയതിന് ശേഷം നിങ്ങൾ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അവിടെ സെറ്റിങ്സ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് ഇതുണ്ടോ അസിസ്റ്റീവ് ലൈറ്റ്. അപ്പോൾ ഇതൊരു വിഡ്ജറ്റാണ്. അപ്പോൾ നമ്മളിത് ലോങ് പ്രസ് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മൾക്ക് എവിടെയാണോ ഈ ആക്സസ് ചെയ്യാൻ പറ്റുക എളുപ്പം അവിടെ നിന്ന് ഇതാക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എപ്പോഴും ടോർച്ച് ആവശ്യമുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഉണ്ടോ ടോർച്ച് ഓണായി ഓഫായി ഉണ്ടോ. ഇങ്ങനെ നമുക്ക് ടോർച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. പഴയ മോഡൽ ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരും മുന്നോട്ട് പോകുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ ആളുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, ശരി, അടുത്ത വീഡിയോയിൽ കാണാം.